അതേ ഒരു വിശേഷം കേൾക്കണോ? ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ വിളിച്ചപ്പോഴേ അമ്മ പറയുകയാണേ അവിടെ ഒരു ആട് പ്രസവിച്ചു 2 കുട്ടികൾ എന്ന്. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് അവിടുത്തെ സന്തോഷം അതായിരുന്നു കേട്ടോ. ഞാനങ്ങനെ എന്നും ഒന്നും വീട്ടിൽ വിളിക്കാറില്ല, എനിക്ക് സമയം കിട്ടാറില്ല. കാരണം നമ്മൾ വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ടിരുന്നാലേ നമുക്ക് സമയം പോകുന്ന വഴിയേ അറിയത്തില്ല. എനിക്ക് നല്ല തിരക്കും ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴേ അമ്മ പറഞ്ഞു അനിയത്തിയുടെ കുട്ടികളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ആടിൻ്റെ പ്രസവം എടുക്കാനാണോ വന്നേ? ഒരു കണക്ക് പറഞ്ഞാൽ അത് തന്നെയാണെന്ന കാര്യം. കാരണം എന്ന് വെച്ചാൽ പ്രസവം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിപ്പോയി. ആട് പിന്നെ രാവിലെ തൊട്ടേ ബുദ്ധിമുട്ടൊക്കെ ആയി. അങ്ങനെ ഡോക്ടറെയൊക്കെ വിളിച്ചു. ഡോക്ടർ വന്നപ്പോഴത്തേക്ക് കാര്യമെല്ലാം കഴിഞ്ഞു. പക്ഷേ ഡോക്ടർക്ക് വന്നതിൻ്റെ വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളായിരുന്നു ആടിൻ്റെ പ്രസവത്തെ പറ്റി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇതിന് മെനക്കെടുന്നത്? ഇത് ഈ വയസ്സാം കാലത്ത് ഇതിൻ്റെ പുറകെ നടക്കണോ? അപ്പോൾ പറയാന്നേ ഒരു പണിയും ചെയ്യാതെ ഇരിക്കും, പിന്നെന്താ ജോലി? ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുക, 3 നേരമോ അല്ലെങ്കിൽ 4 നേരമോ ആഹാരം കഴിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇറങ്ങി നടക്കാനും ഒന്നും പറ്റാത്ത രീതിയിലങ്ങ് വയ്യാഴ്മയാവും. പിന്നെ ഒന്ന് നടക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലും കൈയും ഒക്കെ വേദന എടുക്കും, എന്തെങ്കിലും ജോലി ചെയ്യാനും ഒക്കെ. ഇതാകുമ്പോൾ ഒരു സന്തോഷമുണ്ട്, നമ്മൾ ദിവസം എന്തെങ്കിലും ചെയ്യുന്നു എടുക്കുന്നു, നമുക്ക് പ്രവർത്തിക്കാനുള്ളൊരു കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ ചെറുപ്പം തൊട്ടേ ഞങ്ങളുടെ വീട്ടിൽ പശു, ആട്, പിന്നെ എല്ലാ വിധത്തിലുള്ള കൃഷി ഉണ്ടായിരുന്നു. നെൽകൃഷി ഉണ്ടായിരുന്നു, ചീനി ഉണ്ടായിരുന്നു, പിന്നെ മറ്റ് പാവയ്ക്ക, പയർ, ഇതെല്ലാം നമുക്ക് നല്ല രീതിക്ക് എപ്പോഴും നമ്മുടെ ശരീരം ഇങ്ങനെ പ്രവർത്തിക്കുന്ന രീതിയിൽ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിന് തന്നെ ഒരു വല്ലായ്മയാണ്. ഇങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ച് നമ്മുടെ വീട്ടിൽ ഒന്നിനൊരു മുട്ടുണ്ടാവത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃഷിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ പശുവൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ പാലും തൈരും നമുക്ക് എപ്പോഴും എടുക്കാം. പക്ഷേ പശു ഇപ്പോൾ ഇല്ല കേട്ടോ, പശുവിനെ പാടാണ് ഇപ്പോൾ. പിന്നെ കുറച്ച് റബ്ബറൊക്കെ വെട്ടാനുണ്ടായിരുന്നേ. റബ്ബറെന്ന് പറയുമ്പം പിന്നെ ഒരു 10-30 ഷീറ്റൊക്കെ വരുന്ന സമയം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ വെട്ടിത്തരാൻ ആളുണ്ട്, പക്ഷേ അതിൻ്റെ പാലെടുക്കാനോ ഷീറ്റടിക്കാനോ ഒന്നും ആരും ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. അതെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. റബ്ബറിൻ്റെ ഷീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും, എന്നാൽ പോലും നമുക്കുള്ള ബുദ്ധിമുട്ട് ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഈ ഷീറ്റിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് നമുക്ക് പാട് വരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ പാല് ആയിട്ട് കൊടുക്കുന്ന രീതിയൊക്കെ ആയി. പിന്നെ അവസാനം എന്താ നോക്കാനും കാണാനും ആണല്ലോ ആളില്ലാണ്ട് വരുന്നത്. അപ്പോൾ പിന്നെ ഈ റബ്ബർ വെട്ടാനും ഒന്നും ഇല്ലാണ്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ആളില്ലാതെ നോക്കാതെ വരുമ്പോൾ ഈ റബ്ബറിൽ നിന്ന് പാലിങ്ങനെ പൊട്ടി ഒഴുകിപ്പോവും. നമുക്ക് കിട്ടേണ്ടുന്ന പൈസയാണല്ലോ ഇങ്ങനെ നശിച്ചു പോകുന്നത്. പിന്നെ ഈ മരം ഒടിഞ്ഞു വീണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും ശല്യം. അതങ്ങനെ പിന്നെ എന്താ ചെയ്യുന്നറിയാമോ, ഈ റബ്ബർ നമ്മൾ തടി അങ്ങ് വിൽക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അടുത്തത് റബ്ബർ തന്നെ ഇട്ടേക്കുക. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തും അല്ലായിരുന്നു, അമ്മയുടെ വീടിൻ്റെ അവിടെയാണ്. അപ്പോൾ നമ്മൾ ബസ് കയറി പോയിട്ട് വേണം നമുക്കിത് എടുക്കുകയോ വല്ലോ ചെയ്യാനായിട്ട്. അങ്ങനെ കുറച്ചധികം പാടായിപ്പോയി. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീണ്ടും റബ്ബർ ഇട്ടിരിക്കുക. എന്നിട്ടെന്താ, ആരെങ്കിലും അത് പ്രയോജനപ്പെടുത്തി തരാൻ ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ നമ്മുടെ വീടിനടുത്താണെങ്കിൽ പിന്നെയും നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പിന്നെ പോരാത്തതിന് ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ റബ്ബർ വെട്ടാനും എടുക്കാനും ആളിനെ കിട്ടുന്നില്ല. അതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മരത്തിന് ഇത്ര രൂപ എന്ന് വെച്ചായിരുന്നു. പക്ഷേ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ റബ്ബർ വെട്ടി പാലെടുത്ത് ഷീറ്റും അടിച്ച് എല്ലാം ചെയ്തു തരും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ഒരു മരം വെട്ടുന്നതിന് ഒരു തുക, ഷീറ്റ് അടിക്കുന്നതിന് വേറെ, പാലെടുത്തുകൊണ്ട് വരണമെങ്കിൽ വേറെ, ഇങ്ങനെ പല രീതിയിലോട്ടായിട്ട് ഈ റബ്ബർ കർഷകർ ഭയങ്കര ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒക്കുന്ന കാര്യമാണോ? അല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ആടിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്ന്. അപ്പോൾ അതൊരു സന്തോഷമാണ്. അവർ പറയുന്നത് ശരിയല്ലേ? നമുക്കൊന്നും ചെയ്യാനില്ലാതെ വരുമ്പോഴല്ലേ നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിലോട്ട് ഇടപെടുന്നതും നമുക്ക് ദേഷ്യവും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. നമുക്ക് വെറുതെ ഇരുന്ന് എങ്ങനെ കഴിക്കുന്നതല്ലേ? എന്നെക്കൊണ്ട് സത്യം പറഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ എനിക്കും ഒരു സമാധാനക്കേടാ. പിന്നെ ഈ കലങ്ങിൻ്റെ മണ്ടയിലൊക്കെ ഇരുന്ന് ക്യാമറ കണ്ണുവരെ വെറുതെ ഇരുന്ന് സൊറ പറയുന്നവർക്ക് അതൊരു സന്തോഷമായിരിക്കും അല്ലേ? നിർത്തുക കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് വരാം.